It's nice to see Sanju Samson, star of India's quarter-final and semi-final victory in T20 World Cup, is from Trivandrum. വേൾഡ് കപ്പിൽ പങ്കെടുത്ത ക്രിക്കറ്റ് ടീമിലെ അംഗങ്ങളായിട്ടുള്ള സഹോദരങ്ങളെ, അവരുടെ മഹത്തായ പ്രകടനത്തെ, ആ പ്രകടനം കാണുന്നതിൽ എനിക്ക് അനൽപമായ സന്തോഷമുണ്ട്. ഞാൻ അവരെ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്, അനുമോദിക്കുകയാണ്. സഞ്ജു സാംസണെ പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഈ സദസ്സിന്റെ പേരിൽ നിങ്ങൾ അഭിനന്ദിക്കുകയാണ്. Of course, he's a well-known cricketer, so we are congratulating him, congratulating the people of Kerala. But there are millions and millions of people like him in Kerala, from Kerala, who live abroad, that make our country proud every day. സഞ്ജു സാംസണെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നതോടൊപ്പം അദ്ദേഹത്തെ പോലെയുള്ള അസംഖ്യം പേരെ, നല്ല ക്രിക്കറ്റർമാരായി നല്ല സ്പോർട്സ് രംഗത്ത് ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായിട്ടുള്ള നമ്മുടെ സന്താനങ്ങൾ, നാടിൻ്റെ സന്താനങ്ങൾ, സ്പോർട്സിൽ രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്താൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെ എല്ലാവരെയും, ആ സ്പോർട്സ് താരങ്ങളെ എല്ലാവരെയും സഞ്ജു സാംസന്റെ പേരിൽ തന്നെ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. I'm happy to come to this function which marks the culmination of the yatra that the UDF carried out. UDF നടത്തിയ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രക്ഷോഭയാത്രയുടെ സമാപനത്തിൽ ഇവിടെ വരാൻ സാധിച്ചതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. And I'm happy that it was about listening to the people of Kerala, about listening to what the people of Kerala want, how they want Kerala to move ahead. കേരളത്തെ നിരീക്ഷിക്കുന്നതിന് സമമായിരുന്നു ഈ യാത്രയെ നിരീക്ഷിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ എന്താഗ്രഹിക്കുന്നു, അവരുടെ സ്ഥിതിഗതികൾ എന്താണ്, നാളത്തെ കേരളത്തെക്കുറിച്ചുള്ള അവരുടെ ഭാവന എന്താണ്, അത് നിരീക്ഷിക്കുന്നതിന് ഈ യാത്ര വളരെയേറെ സഹായിച്ചു. And if we want to discuss Kerala and the future of Kerala, we have to understand that Kerala is a global idea. കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ, കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ പ്രഥമവും പ്രധാനവുമായിട്ട് എനിക്ക് തോന്നുന്നത് കേരളം ഒരാഗോള ആശയമാണ് എന്നുള്ളതാണ്. It is of course a state in our beautiful country, but it is also a global concept, a global idea. നമ്മുടെ രാജ്യത്തെ മനോഹരമായ ഒരു സംസ്ഥാനമാണ് കേരളം. അതുമാത്രമല്ല, അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരാഗോള ആശയവും ഒരാഗോള സങ്കല്പവും കൂടിയാണ് കേരളം. And so it's important to start the discussion with what is going on at the global level. ആഗോളതലത്തിൽ നടക്കുന്ന ചർച്ചയെക്കുറിച്ച്, ആ ചർച്ച തുടങ്ങുന്നതിന് കേരളത്തെ തന്നെ ഒരു മാതൃകയാക്കിയാൽ തീർച്ചയായും അത് ഉചിതമായിരിക്കും. We have millions of our brothers and sisters who live in the Middle East, who send remittances back from the Middle East to India. മില്യൺ കണക്കിന് പ്രവാസികളായിട്ടുള്ളവർ മധ്യപൗരസ്ത്യ ദേശത്തുണ്ട്. അവരുടെ സംഭാവനകൾ അല്പമൊന്നുമല്ല നമ്മുടെ സമ്പദ്ഘടനയെ, നമ്മുടെ രാജ്യത്തെ സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുന്നത്. They are worried about what is going to happen in the war. അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച്, മധ്യപൗരസ്ത്യ ദേശത്തെ സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് അവർ വളരെയേറെ ഉത്കണ്ഠാകുലരാണ്. In fact, it is almost impossible to predict what will happen in the war between the United States and Iran. അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന ഈ യുദ്ധത്തിന്റെ അവസാന ഫലം, അന്തിമ ഫലം എന്തായിരിക്കുമെന്ന് പ്രവചിക്കാനോ മുൻകൂട്ടി പറയാനോ സാധിക്കാത്ത വിധം വളരെ സങ്കീർണമാണ് ഈ സാഹചര്യം. But what one can confidently say is that we are entering a new, unstable, dangerous phase on the planet. ഈ ഗ്രഹത്തിൽ, ഈ ഭൂമണ്ഡലത്തിൽ
വളരെ അസ്ഥിരമായിട്ടുള്ള അനിശ്ചിതത്വം ഉളവാക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണോ നാം പ്രവേശിക്കുന്നത് എന്ന കാര്യമാണ് നമ്മെ ആശങ്കരാക്കുന്നത്. And so we have to be careful and we have to protect our strength and our people. അതുകൊണ്ട് നാം വളരെ ശ്രദ്ധയോടെ ഇരിക്കണം, നാം ജാഗരൂകരായിരിക്കണം. നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ജനങ്ങളെയും കാത്തുരക്ഷിക്കുന്നതിന് നാം ബദ്ധശ്രദ്ധരായിരിക്കണം. When a storm comes, you have to walk carefully, you have to look at what is going on, and you have to take more care than usual. ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കേണ്ടി വരും. പരസ്പരം കരുതലോടുകൂടി ശ്രദ്ധയോടുകൂടി നാം ജാഗ്രതയോടെ അതിനെ നേരിടേണ്ടതായിട്ട് വരും. And most of all, you have to protect your assets and your strength. നമ്മെയും നമ്മുടെ സമ്പത്തിനെയും അത് രക്ഷിക്കുന്നതിനുള്ള ജാഗ്രതയും ശ്രദ്ധയുമാണ് ഇതുപോലുള്ളൊരു സന്ദർഭം ആവശ്യപ്പെടുന്നത്. And here I must say that the Prime Minister has let the country down. He has betrayed the country. ഇവിടെ എനിക്ക് വളരെ പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം, ഇതുപോലുള്ളൊരു സന്ദർഭത്തിൽ ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ശ്രദ്ധ പുലർത്തുന്നില്ലെന്ന് മാത്രമല്ല, രാജ്യത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ് എനിക്ക് പറയാൻ. I do not use the word lightly. I am using the word precisely because I believe that the Prime Minister has betrayed the country when he signed the US deal. ഞാൻ ഈ കാര്യം ലഘുത്വത്തോടു കൂടി പറയുന്നതല്ല. ഞാൻ ഈ വാചകം വളരെ ലളിതമായിട്ട് ഈ വാക്ക് വളരെ ലളിതമായിട്ട് ഉപയോഗിക്കുന്നതല്ല. അമേരിക്കയുമായിട്ട് കരാർ ഒപ്പിട്ടപ്പോൾ പ്രധാനമന്ത്രി രാജ്യത്തെ വഞ്ചിച്ചുവെന്ന് വ്യക്തമായും സ്ഫുടമായും പറയാനാണ് ഞാൻ. And the result is going to be borne by the people of our country, by our farmers, by our small and medium business owners, by our workers. ഈ കരാർ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ വളരെ ഹാനികരമായി ബാധിക്കുമെന്ന കാര്യം തീർച്ചയാണ്. നമ്മുടെ കർഷകരെ, നമ്മുടെ ചെറുകിട കച്ചവടക്കാരെ, നമ്മുടെ സമൂഹത്തെ ഒന്നടങ്കം നമ്മുടെ ജനങ്ങളെ വളരെ ഹാനികരമായി ബാധിക്കുന്ന ഒരു കരാറിലാണ് രാജ്യം ഭരിക്കുന്നവർ ഒപ്പിട്ടിട്ടുള്ളത്. No Prime Minister before him has opened agriculture to American agriculture. ഇതിനു മുമ്പ് ഒരു പ്രധാനമന്ത്രിയും രാജ്യത്തിന്റെ കാർഷിക രംഗം ഒരു വിദേശ രാജ്യത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല. Large American mechanized firms are going to compete with small Indian labor intensive farms. വളരെ വലിയ സാങ്കേതിക വൈദഗ്ധ്യമുള്ള സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ കർഷകരുമായിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് പുറത്തു നിന്നും വരുന്ന ഈ പുതിയ ആളുകളുടെ ആഗമനത്തോടുകൂടി, കരാറിലൂടെ തുറന്നു കൊടുത്തിട്ടുള്ളവരുടെ ആഗമനത്തോടുകൂടി. The result is going to be devastation in our agricultural sector, devastation for our cotton farmers, our corn farmers, our dal farmers, our fruit farmers. നമ്മുടെ ഭക്ഷ്യവിഭവങ്ങൾ, നമ്മുടെ ധാന്യങ്ങൾ, നമ്മുടെ പയർവർഗ്ഗങ്ങൾ അതെല്ലാം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷകരെ തകർക്കുന്നതാണ്. ആ കാർഷിക മേഖലകളെ മുഴുവൻ തകർക്കുന്ന രീതിയിലാണ് ഈ അമേരിക്കയുമായുള്ള കരാർ ചെന്ന് അവസാനിക്കുക. And our soya farmers, soybean. അതുപോലെ നമ്മുടെ സോയാബീൻ, ഈ മേഖലകളിലെല്ലാം നടക്കുന്ന കൃഷിയെ തകർക്കുന്നതായിരിക്കും ഈ കരാർ. The second thing the Prime Minister has signed away is our energy security. Energy security. ഊർജ സുരക്ഷ ആ പ്രധാനപ്പെട്ട മേഖലയാണ്, വളരെ സങ്കീർണമായിട്ടുള്ള പ്രധാനപ്പെട്ട മേഖലയാണ് ഇതിലൂടെ പ്രധാനമന്ത്രി വിദേശ ശക്തികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ളത്. Imagine that the Prime Minister of India has committed to President Trump that India will only buy oil from who America wants it to buy oil. അമേരിക്ക പറയുന്നവർക്കും അവർ ഇഷ്ടപ്പെടുന്നവർക്കും ഏത് രാജ്യമാണോ അവിടെ നിന്ന് മാത്രമേ എണ്ണ വാങ്ങൂ എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കയുമായി പറഞ്ഞുറപ്പിച്ചിട്ടുണ്ടോ എന്ന രംഗം ഒന്ന് ഭാവനയിൽ സങ്കല്പിച്ചു. Imagine that a country as powerful as ours has to take permission from the United States if it wants to buy oil from Russia. റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങാൻ വേണ്ടി അമേരിക്കയുടെ സമ്മതത്തിന് വേണ്ടി ഇന്ത്യ കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുമോ എന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ. The third thing that President Trump has extracted from the Prime Minister is Indian data. ട്രംപുമായി ഒപ്പിട്ടുള്ള കരാറിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മേഖല എന്ന് പറയുന്നത് തീർത്തും രഹസ്യമായിട്ടുള്ള ഡാറ്റ വിവരങ്ങളെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. The most valuable asset that India has
is the data that we produce. ഇന്ത്യയുടെ ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് എന്ന് പറയുന്നത് അത് ഉൽപ്പാദിപ്പിക്കുന്ന ഡാറ്റയാണ്, ഡാറ്റയുമായി സംബന്ധിച്ചിട്ടുള്ള വിവരശേഖരമാണ്. Any talk about AI has to be based on data. നിർമ്മിത ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട ഏത് പ്രവർത്തനവും ഏത് പ്രക്രിയയും ഈ ഡാറ്റയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രമേ രൂപകൽപ്പന ചെയ്യാൻ And സാധിക്കൂ. our 1.4 billion people produce the largest amount of data on the planet. നമ്മളാകട്ടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഡാറ്റ വിവരശേഖരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്. This includes medical data, it includes data on movement of people, it includes communication data. ഇത് ചികിത്സാ രംഗത്തുള്ള ഡാറ്റ, വൈദ്യശാസ്ത്ര രംഗത്തുള്ള ഡാറ്റ, ജനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ യാത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട വളരെ വികാരസാന്ദ്രമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഡാറ്റയാണ് ഇതിലൂടെ നഷ്ടപ്പെടുന്നത്. All of it has been signed away by Prime Minister Modi. ഇതെല്ലാം പ്രധാനമന്ത്രി മോദി ഒപ്പിട്ട് വിദേശ ശക്തികൾക്ക് വേണ്ടി അടിയറവ് പറഞ്ഞു വെച്ചു കൊടുത്തിരിക്കുകയാണ്. And the final thing he has done, he has promised President Trump that we will buy billions of dollars of imports from the United States. 9 lakh crore imports from the United States every year. 9 ലക്ഷം കോടി ഓരോ വർഷവും അമേരിക്കയിൽ നിന്ന് അത് വിലമതിക്കുന്ന സാധനങ്ങൾ വാങ്ങുമെന്നതാണ് ഈ കരാറിൽ ട്രംപുമായി ഒപ്പിട്ടിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥ. I am pretty certain that no Indian Prime Minister would do this under natural circumstances. ഒരു പ്രധാനമന്ത്രിയും രാജ്യത്തിന്റെ പരമാധികാരത്തിൽ വിശ്വസിക്കുന്ന ഈ രാജ്യം ഭരിച്ചിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയും ചെയ്യാൻ ധൈര്യപ്പെടാത്ത കാര്യമാണ് ഇതിലൂടെ പ്രധാനമന്ത്രി. I am confident that Narendra Modi would not sell the Indian farmer Indian data under normal circumstances. വളരെ പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ ഇതിലൂടെ ഉരുത്തിരിയുന്നു മാത്രമല്ല, ഇതിലൂടെ രാജ്യത്തെ കർഷക സംവിധാനത്തെ, രാജ്യത്തെ വിവരശേഖരത്തെ പ്രധാനമന്ത്രി വിൽക്കുകയാണ് ചെയ്തത് എന്നിവിടെ ഉന്നയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. The only reason the Prime Minister has done this deal is because the Prime Minister of India has been compromised. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ വളരെ വലിയ വിട്ടുവീഴ്ചകൾക്ക് പ്രധാനമന്ത്രി വിധേയനാകേണ്ടി വന്നു എന്നുള്ളതാണ്. There are 3.5 million Epstein files that have still not been revealed. എത്രയോ എപ്സ്റ്റീൻ ഫയലുകൾ, അസംഖ്യം ഫയലുകൾ അനാവരണം ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. And the Prime Minister of India is terrified that the United States will release those files. ഈ ഫയലുകളെല്ലാം തന്നെ ഉടൻ തന്നെ വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് ഇതിനകം പ്രഖ്യാപിക്കപ്പെട്ട് കഴിയുകയും. Anil Ambani, a close confidant of the Prime Minister's name, is in those files. ആ ഫയലുകളിൽ പ്രധാനമന്ത്രിയുടെ പേരുണ്ട് എന്നുള്ളതും ഇവിടെ ഇതിനകം വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. Hardeep Puri's name is in those files. Hardeep Puri. ഹർദീപ് പുരിയാണ് ഈ പേര് ആ ഫയലുകളിൽ തീർച്ചയായും ഉണ്ടെന്ന് വ്യക്തമാക്കിയത്. And we are confident that there are many other names in these files. പല പേരുകളും ഇനിയും ഈ ഫയലുകളിൽ ഉണ്ടാകും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. On the other side, the United States has a criminal case on Mr. Adani. അതുപോലെ തന്നെ അദാനിയെ പോലുള്ളവരുടെ പേരുകളും അമേരിക്കയുടെ മറ്റ് രേഖകളിൽ തീർച്ചയായും കാണാൻ സാധിക്കുന്നു. And Prime Minister Modi is terrified that the finances of the BJP and his finances will be revealed to the people of India. ഈ പേരുകളെല്ലാം തന്നെ ഇന്ത്യയിലെ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അത് വ്യക്തമാക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. And that is why the Prime Minister panicked and signed the US-India deal. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പരിഭ്രമിച്ച് അമേരിക്കയുമായുള്ള കരാറിൽ ഒപ്പിടാൻ പ്രധാനമന്ത്രി നിർബന്ധിതനായി തീർന്നത്. If you go on YouTube and you search, you will find that President Trump is openly threatening the Prime Minister of India. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി ഭീഷണിപ്പെടുത്തുന്ന വിദേശ ശക്തികളെ കുറിച്ച് ഈ കാര്യത്തിൽ ഫയലുകളിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാൻ. He openly says that he can destroy the career of Mr. Modi. മോദിയുടെ കരിയർ തന്നെ തകർക്കുമെന്ന രീതിയിലുള്ള വലിയ വിശദീകരണങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. So Mr. Modi is controlled by President Trump. Mr. Modi is പ്രസിഡന്റ് ട്രംപ് എല്ലാ അർത്ഥത്തിലും നമ്മുടെ പ്രധാനമന്ത്രിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്
എന്നാണ് ഇതിന്റെ എല്ലാം രത്ന ചുരുക്കം. And the exact same way that Mr. Trump controls Mr. Modi controls the Chief Minister of Kerala. The same way Trump controls Mr. Modi controls the Chief Minister of Kerala. എങ്ങനെയാണോ ഈ ട്രംപ് മോദിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, അതേ പ്രകാരമാണ് പ്രധാനമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും. Everybody knows this. ഇതിന്റെ കാരണം എന്തെന്ന് ഞാൻ നിങ്ങളോട് പറയാം. In fact, if you seriously go and ask workers of the CPM this question, they will admit that what I am saying is correct. കേരളത്തിലെ പാർട്ടി പ്രവർത്തകരോട്, കേരളത്തിലെ തൊഴിലാളികളോട്, അവരുടെ പ്രശ്നങ്ങളോട് ഈ ഗവൺമെന്റ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സമീപനം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തന്നെ ഈ കാര്യം നമുക്ക് വ്യക്തമായിട്ട് ഗ്രഹിക്കാൻ കഴിയും. I want to understand why the CBI and the ED take action against opposition politicians but do not take action against the Chief Minister of Kerala or the politicians of Kerala. കൂട്ടരും കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികൾ ഇവിടുത്തെ UDFന്റെ നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കുമെതിരെ നീങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും കൂട്ടർക്കുമെതിരെ നീങ്ങാൻ അവർ മുന്നോട്ട് വരാത്തത് എന്നുള്ളതും ഈ അവസരത്തിൽ. I've got 36 cases on me. I've got 36 cases on me. 36 cases. 36 കേസാണ് അദ്ദേഹത്തിനെതിരെ ഇവിടെ രംഗത്തുള്ളത്. 36 കേസാണ് ഈ രാജ്യത്ത് എനിക്കെതിരെ ഇതിനകം അവരെടുത്തിട്ടുള്ളത്. I have been interrogated by the ED for 55 hours continuously. 55 മണിക്കൂർ ദീർഘമായ സമയം എന്നെ ഇരുത്തി വിചാരണ ചെയ്യാനും ഈ ED തയ്യാറായിട്ടുണ്ട്. Why has the ED taken no action on the Chief Minister of Kerala and his family? എന്തുകൊണ്ടാണ് ED മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ അനങ്ങാപ്പാറ നയത്തോടെ ഒരു നടപടിയും എടുക്കാതെ ഇരിക്കുന്നത്? And the reason is that they are working together. കാരണം വളരെ വ്യക്തമാണ്, അവർ ഒന്നിച്ച് ചേർന്നുകൊണ്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം. In fact, in Kerala, it is not the CPM and the BJP. കേരളത്തെ സംബന്ധിച്ച് പ്രശ്നം CPI BJP എന്നതല്ല, It is the CJP. അത് CJP എന്നുള്ളതാണ്. അവർ കൂട്ടുചേർന്നുകൊണ്ടുള്ള പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ടുള്ള, everybody knows that they are partners. അവർക്ക് എല്ലാവർക്കും അറിയാം അവർ ഘടകകക്ഷികളെ പോലെയാണ്. And everybody knows that they are working together in Kerala to defeat the UDF. അവരെല്ലാവരും പരസ്പരം സഹകരിച്ച് അവർ രണ്ടു കൂട്ടരും UDFനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി കൈകോർത്ത് പിടിച്ചുവെന്ന കാര്യവും എല്ലാവർക്കും അറിവുള്ളതാണ്. I also want to ask my friends, workers in the left front, a question. LDF ഇടതുപക്ഷത്തുള്ള പ്രവർത്തകരോട്, അതുപോലെ അവരോട് ഞാൻ തീർച്ചയായും ഒരു ചോദ്യം അവരുടെ മുമ്പാകെ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു. You call yourself a communist government. നിങ്ങൾ നിങ്ങളുടെ ഗവൺമെന്റിനെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്നാണ് വിളിക്കുന്നത്. Please tell me what is communist about your government in Kerala today? ഈ കേരളത്തിലെ ഗവൺമെന്റിന് എന്ത് കമ്മ്യൂണിസ്റ്റ് സ്വഭാവമാണുള്ളത് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. This is the most corporatist government that Kerala has ever seen. ഇത് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും ഏറ്റവും മുതലാളിത്തപരവുമായിട്ടുള്ള ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. It is against the interests of the workers. It is against the interest of small business. It is against the interest of the farmers. And it is for the interest of the biggest businessmen. ഇത് വലിയ വലിയ വൻ കുത്തകകളെ പ്രോത്സാഹിപ്പിക്കുകയല്ലാതെ ഈ കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് തൊഴിലാളി വിരുദ്ധമാണ്, കർഷക വിരുദ്ധമാണ്, ചെറുകിട കർഷകർക്കെതിരാണ്. ഇവിടുത്തെ ജനങ്ങളുടെ ഒരു താല്പര്യവും സംരക്ഷിക്കാതെ ഏതാനും കുത്തകകളെ മാത്രമാണ് അവർ വളർത്തുന്നത്. In fact, I have a suggestion for them. ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് അവരുടെ മുമ്പാകെ ഒരു നിർദ്ദേശം വെക്കാനുണ്ട്. Your name is Communist Party of India. നിങ്ങളുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ്. Change it to Corporatist Party of India. കോംപ്രിഹെൻസ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് നിങ്ങളുടെ പേര് മാറ്റാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ്. At least stand for what you say you are. പറയുന്നതിന് വേണ്ടി പുറത്തു വന്ന് ആ നിലപാട് വ്യക്തമാക്കി പ്രവർത്തനത്തിൽ മുന്നോട്ടിറങ്ങി ആ വാക്ക് പോലെ പ്രവൃത്തിയിലും നിലകൊള്ളാനെങ്കിലും നിങ്ങൾ തയ്യാറാകണം. You can ask their workers this question, and I guarantee you at least 50%
will say, you know what? What Rahul Gandhi has said is true. We are no longer the Communist Party of Kerala. We are the corporate party of Kerala. ഞങ്ങൾ ഈ ചോദ്യം നിങ്ങൾ ഇടതുപക്ഷം മുന്നണിയിലെ പ്രവർത്തകരോട് ചോദിച്ചാൽ അവരിൽ 50% പേരെങ്കിലും സമ്മതിക്കും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണ് എന്ന് അവരിൽ 50% പേരും സമ്മതിക്കുക മാത്രമല്ല അവരുടെ പാർട്ടി അവരുടെ ആദർശത്തെ ഉൾക്കൊള്ളുന്നില്ല എന്ന് പരസ്യമായി സമ്മതിക്കും. The other question I would like to ask is one of the holiest places in Kerala, the Sabrimala temple. Gold was stolen from the Sabrimala temple. ഈ കേരളത്തെ സംബന്ധിച്ച് ഇവിടുത്തെ ഏറ്റവും പവിത്രമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ശബരിമല. അവിടുത്തെ സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്നതും വളരെ വ്യക്തമാണ്. Multiple leaders of the CPM were jailed. എത്രയോ CPM-ന്റെ നേതാക്കന്മാർ ജയിലിൽ അടക്കപ്പെട്ടു ഇതിന്റെ പേരിൽ. And the investigation was stopped from reaching the top. വളരെ മുകളിൽ നിന്ന് തന്നെ ആജ്ഞ നൽകിക്കൊണ്ട് ഓർഡർ ഇറക്കിക്കൊണ്ട് അവർക്ക് നേരെയുള്ള സകല അന്വേഷണവും സ്തംഭിപ്പിക്കുകയും മരവിപ്പിക്കുകയും ചെയ്തു. Don't worry, we will take strict action against the people who have dishonored Sabrimala. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ടതില്ല. അവിടുത്തെ സ്വർണം കട്ടവർക്കെതിരെ ശക്തമായ നിലപാട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം നാം എടുക്കുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. I was just speaking to the leaders who took part in the yatra. യാത്രയിൽ പങ്കെടുത്ത നേതാക്കളോട് ഞാൻ അല്പം മുമ്പ് സംസാരിക്കുകയായിരുന്നു. And I said it is a listening yatra. It was a yatra that listened to people. ജനങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു യാത്രയാണത് എന്ന് അവർ എന്നോട് പറഞ്ഞു. And everybody understands that the LDF government has created a massive unemployment problem in Kerala. കേരളത്തെ സംബന്ധിച്ച് വളരെ വിപുലമായിട്ടുള്ള വ്യാപകമായ തൊഴിലില്ലായ്മ ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിച്ചു എന്നുള്ളതും വളരെ വ്യക്തമാണ്. Modi has destroyed the employment system in India and CPM has destroyed the employment system in Kerala. മോദി ഇന്ത്യയുടെ തൊഴിൽ മേഖല തകർത്തു, തൊഴിലില്ലായ്മ രൂക്ഷമാക്കി. CPM കേരളത്തിന്റെ തൊഴിൽ മേഖല തകർത്തു, ഇവിടെ തൊഴിലില്ലായ്മ വ്യാപകമാക്കി. And we are going to take full action on reigniting employment in Kerala. നാം ഈ കാര്യത്തിൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടി കർക്കശമായ കൃത്യമായ പ്രവർത്തനങ്ങളും നടപടികളും എടുക്കുമെന്ന് we will support small and medium businesses and once again bring employment back to Kerala. നാം വീണ്ടും ചെറുപ്പക്കാരെ സാങ്കേതിക രംഗത്ത് പുതിയ ഉണർവ് ഉണ്ടാക്കിക്കൊണ്ട് പുതിയ തൊഴിലുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് യുവാക്കൾക്ക് വിപുലമായി തൊഴിൽദാന പദ്ധതികൾ നാം ആവിഷ്കരിക്കും. We do not like the fact that millions of people from Kerala are forced to go abroad for employment. ഈ കേരളത്തിലെ ജനങ്ങൾ എന്തുകൊണ്ടാണ് മില്യൺ കണക്കിന് ചെറുപ്പക്കാർ വിദേശത്ത് പോയി തൊഴിലെടുക്കാൻ നിർബന്ധിതരാകുന്നത് എന്ന കാര്യം നാം ഇപ്പോഴും ആലോചിക്കുന്നു. In addition to that, we are going to provide some basic protections to the people of Kerala. അതുമാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് ചില അടിസ്ഥാനപരമായ സുരക്ഷാ നടപടികൾ അനിവാര്യമാണ്. That will be like a protective cover for the people of Kerala. Protective cover. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു സുരക്ഷാ വലയം എല്ലാ അർത്ഥത്തിലും ജീവിത രംഗത്ത് പണിതു കൊടുക്കേണ്ടതുണ്ട്. So we have 5 guarantees which we are proposing for the people of Kerala. 5 ഗ്യാരണ്ടികളാണ്, 5 ഉറപ്പുകളാണ്, പഞ്ചവ്യവസ്ഥകളാണ് ഈ രംഗത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾക്ക് സമർപ്പിക്കാനുള്ളത്. So the first guarantee is a free bus travel for all women in KSRTC buses. ആദ്യത്തെ ഗ്യാരണ്ടി കേരളത്തിലെ KSRTC വാഹനങ്ങളിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം തീർത്തും സൗജന്യമായ നിരക്കിൽ സ്ത്രീകൾക്ക് ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. 1,000 rupees a month financial assistance to college going girl students. മാസാന്തം 1000 രൂപ കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്ക് പ്രത്യേകമായിട്ട് നൽകാൻ തയ്യാറാവുക എന്നുള്ളതാണ്. Welfare pensions increased to 3,000 rupees a month. ക്ഷേമ പെൻഷൻ മാസാന്തം 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. The Congress government in Rajasthan came up with a fantastic
healthcare, health insurance scheme. രാജസ്ഥാനിലെ ഗവൺമെന്റ് വളരെ സമഗ്രമായിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ആവിഷ്കരിച്ച് It നടപ്പിലാക്കി. was praised all over the world. അത് ലോകത്ത് മുഴുവനും പ്രശംസിക്കപ്പെട്ടു. And one of our greatest leaders was Omen Chandy ji. നമ്മുടെ മഹാന്മാരായ നേതാക്കളിൽ പെടുന്ന വ്യക്തിത്വമാണ് ശ്രീ ഉമ്മൻചാണ്ടിജി. So we are going to name the new health insurance scheme for Kerala after Omen Chandy ji. ഉമ്മൻചാണ്ടിയുടെ കാലശേഷം കേരളത്തിലെ ആ ഇൻഷുറൻസ് സംഭവത്തിന് അതിന് തകർച്ച സംഭവിച്ചിട്ടുണ്ട്. And that is going to provide 25 lakh rupees of insurance for every household. ഓരോ വീടിനും ഓരോ കുടുംബത്തിനും 25 ലക്ഷം വരെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്ന് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. Up to 5 lakh interest-free loans for youngsters who want to start their businesses. അതിൽ 5 ലക്ഷം വരെയുള്ളവർക്ക് അതിൽ 5 ലക്ഷം വരെ ചെറുപ്പക്കാർക്ക് പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് സൗജന്യമായി കടം ഫ്രീ ലോൺ നൽകുന്നതിനായിരിക്കും ഉപയോഗപ്പെടുത്തുക. And a dedicated ministry for senior citizens welfare. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി അവർക്ക് സേവനത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ട ഒരു പ്രത്യേക മന്ത്രാലയം പ്രായം ചെന്നവർക്ക് വേണ്ടി തുടങ്ങാൻ നാം തയ്യാറാകും. You know, today I had a talk with some technology experts. ഇന്ന് ചില സാങ്കേതിക വിദഗ്ധരുമായിട്ട് സംഭാഷണം നടത്താൻ എനിക്ക് അവസരമുണ്ടായി. And we discussed the future of Kerala with regards to technology, with regards to data. ഡാറ്റയുമായി ബന്ധപ്പെട്ട് സാങ്കേതിക വിദ്യകളുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് അവരോട് വളരെ ഗൗരവത്തിൽ ചർച്ച നടത്താൻ സാധിച്ചു. And one of the questions I was asked in that conversation was, when are we going to see that freebies are not given to people in politics anymore? That freebies. ഫ്രീബീസ് എന്നാണ് നിങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും പ്രദാനം ചെയ്യാനും പോകുന്നത് എന്ന ചോദ്യമാണ് പ്രധാനമായിട്ട് ഞാൻ ഇവിടെ ഉന്നയിക്കുകയുണ്ടായി. And my answer to the question was that freebies are actually given to Adani and Ambani. ഞാൻ അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കാനുണ്ടായ കാരണം ഈ ഫ്രീബീസ് എപ്പോഴും നൽകപ്പെടുന്നത് അദാനിക്കും കൂട്ടർക്കും മാത്രമാണ് ഈ രാജ്യത്ത്. Lakhs of crores of their loans are forgiven. കോടിക്കണക്കിന് വരുന്ന അവരുടെ കടങ്ങളാണ് എഴുതി തള്ളിയിട്ടുള്ളത്. They are given huge tracts of land for free. അവർക്ക് ഫ്രീ ആയിട്ട് ഏക്കർ കണക്കിന് ഭൂമി വിട്ടുകൊടുത്തിരിക്കുകയാണ്. So it is absolutely correct for us to provide protection to the poorest people of our state. അതുകൊണ്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സുരക്ഷ നൽകുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. And we are proud that we are providing this protection to the people of Kerala. ഇതിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ സുരക്ഷ പ്രദാനം ചെയ്യാൻ സാധിക്കുമെന്ന് നാം തീർച്ചയായും പ്രത്യാശിക്കുന്നു. Finally, I'd like to end with a little bit of political advice. അവസാനം എനിക്കല്പം രാഷ്ട്രീയ ഉപദേശവും നിങ്ങളുടെ മുമ്പാകെ വെക്കാം. And this is not coming from me, but this is coming from the people of Kerala. ഇത് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതല്ല, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ്. And it is advice to the leadership of the UDF. അത് മുമ്പിലിരിക്കുന്ന നിങ്ങളോടല്ല, വേദിയിലുള്ള നേതാക്കളോടാണ്, UDFന്റെ നേതാക്കളോടാണ് എനിക്ക് നടത്താൻ. Not from me, but from the people of Kerala. എൻ്റെ ഭാഗത്ത് നിന്നല്ല, കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്ത് നിന്നാണ് ആ നിർദ്ദേശവും ഉപദേശവും. So don't get angry with me, I am the messenger only. അതുകൊണ്ട് എന്നോട് ദേഷ്യം പിടിക്കരുത്, ഞാൻ ജനങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എത്തിച്ചു നൽകുന്ന ഒരു ദൂതൻ മാത്രമാണ്. See, there are many beautiful dances in Kerala. Dances. കേരളത്തിൽ വളരെ സുന്ദരമായിട്ടുള്ള നർത്തകരുണ്ട്. മോഹിനിയാട്ടം, ഒരുപാട് നൃത്തരൂപങ്ങളുള്ള കല കൊണ്ട് വളരെ സമ്പന്നമായിട്ടുള്ള പ്രദേശമാണ് കേരളം. Some dances are individual dances. ചില നൃത്തങ്ങൾ വ്യക്തിഗത നൃത്തങ്ങളാണ്.
where suddenly one dancer comes in the middle and starts to dance. ഒരാൾ മുന്നോട്ട് വന്നുകൊണ്ട് ഒറ്റക്ക് നൃത്തം ചെയ്യാൻ തുടങ്ങും, അത് ആളുകളെ ആകർഷിക്കും. Like in Mohiniyattam, one person dances. മോഹിനിയാട്ടം നോക്കൂ, ഒറ്റ വ്യക്തിയാണ് വേദിയിൽ വരുന്നത്, ആ ഒറ്റ വ്യക്തി നൃത്തം ചെയ്യുന്നു. And then there are also group dances where everybody dances together. അതോടൊപ്പം സംഘനൃത്തങ്ങളുമുണ്ട്. ആ സംഘനൃത്തങ്ങളിൽ ഒരുപാട് പേർ ഒന്നിച്ചു ചേർന്ന് നൃത്തം വെക്കുന്നതാണ് നാം കാണാറുള്ളത്. Now, when a group dance is taking place, suddenly if one person starts to dance, it looks ridiculous. അങ്ങനെ ഒരു സംഘനൃത്തം നടക്കുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരാൾ വന്ന് ഒറ്റക്കൊരു നൃത്തം നടത്തി മറ്റുള്ളവരുടെ ആകർഷണം നേടാൻ ശ്രമിക്കാറുണ്ട്. So the advice from the people of Kerala to the UDF leaders is dance together. അതുകൊണ്ട് കേരളത്തിലെ UDF നേതാക്കളോട് എനിക്ക് നൽകാനുള്ള ഉപദേശം, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നൽകാനുള്ള ഉപദേശം, ഒന്നിച്ചു ചേർന്ന് കൂട്ടമായി ഒരു സംഘനൃത്തമായി മാറൂ. And they are already saying, if the UDF dances together harmoniously, we are going to make you the government of Kerala. They already saying it. ജനങ്ങൾ ഒരു കാര്യവും കൂടി അതിന്റെ കൂടെ ചേർത്ത് പറയുന്നുണ്ട്. UDF നേതാക്കന്മാർ ഒന്നിച്ചു ചേർന്ന് കൈകോർത്ത് പിടിച്ച് ഒരു സംഘനൃത്തം സമ്മാനിച്ചാൽ ഞങ്ങൾ നിങ്ങളെ അധികാരത്തിൽ എത്തിക്കാമെന്നും കേരളത്തിലെ ജനങ്ങൾ ഉദ്ഘോഷിക്കുന്നത് ഞാൻ കേൾക്കുന്നു. So that was little bit of political advice. I apologize if it was out of place. അതാണ് എൻ്റെ രാഷ്ട്രീയ ഉപദേശം. അങ്ങനെ പറയുന്നതിൽ വല്ല അനിഷ്ടവും ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമാപണം നടത്തുകയാണ്. Once again, whenever I come here, it is an honor for me to come to Kerala, this great land, to come to see the people of Kerala. ഈ മഹത്തായ നാട്ടിൽ വരുന്നത്, കേരളത്തിൽ വരുന്നത്, ഇവിടുത്തെ സുന്ദരന്മാരായിട്ടുള്ള സൗന്ദര്യമുള്ള ജനങ്ങളെ കാണുന്നത്, നല്ല മനുഷ്യരെ കാണുന്നത് വളരെ സന്തോഷകരവും അഭിമാനകരവുമായിട്ടുള്ള കാര്യമാണ്. I am looking at that picture over there, that picture there. ഞാൻ ഈ വേദിയുടെ ഒരു വശത്ത് വെച്ചിരിക്കുന്ന ഈ ചിത്രം സാഗൂതം ശ്രദ്ധിക്കുകയായിരുന്നു. And I can see top quality leadership in that photograph. എനിക്ക് ഈ ഫോട്ടോയിൽ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെയാണ് കാണാൻ സാധിക്കുന്നത്. Each person in that photograph is a formidable political leader. ഈ ചിത്രത്തിൽ കാണുന്ന ഓരോ നേതാവും കേരളത്തെ സംബന്ധിച്ച് അവഗണിക്കാൻ കഴിയാത്ത ശക്തന്മാരായിട്ടുള്ള നേതാക്കളാണ്. And each one of them represents some part of Kerala society. കേരളീയ സമൂഹത്തിന്റെ ഏതെങ്കിലും സുപ്രധാനമായ ഒരു ഭാഗത്തെയാണ്, അതിന്റെ പ്രതിനിധി ഭവിക്കുകയാണ് ഇതിലെ ഓരോ നേതാവും ചെയ്യുന്നത്. So I want them to all work together to defeat the corrupt left front government. ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി, ചെറുത്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടി അവരെല്ലാവരും ഒറ്റക്കെട്ടായി കൈകോർത്ത് പിടിച്ച് പ്രവർത്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. And to help give a fantastic future to the people of Kerala. കേരളത്തിന് അത്ഭുതകരമായിട്ടുള്ള ഒരു ഭാവി സമ്മാനിക്കണമെന്നും ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ്. I said today earlier that I owe a debt to the people of Kerala. I owe debt to the people of Kerala. ഞാൻ കേരളത്തിലെ ജനങ്ങളോട് വളരെ കടപ്പെട്ടവനാണ്. And I will never forget that debt. ഞാൻ ഒരിക്കലും കേരളത്തിലെ ജനങ്ങളോടുള്ള കടപ്പാട് എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കുകയില്ല. When I was being attacked mercilessly, ruthlessly by the BJP, by the RSS, Kerala embraced me. BJPയുടെയും RSSന്റെയും ക്രൂരമായ ദയാദാക്ഷിണ്യമില്ലാത്ത ആക്രമണങ്ങൾക്ക് ഞാൻ ഇരയാക്കപ്പെട്ടത് തീർച്ചയായും ഞാൻ. They say that you find out who your friends are in the most difficult time. ഈ ബുദ്ധിമുട്ടുള്ള സമയത്ത്, അങ്ങനെ ആക്രമിക്കപ്പെട്ട സമയത്ത് കേരളത്തിലെ ജനങ്ങളാണ്, നിങ്ങളാണ് എൻ്റെ കൂടെ ഒരു മടിയും കൂടാതെ നിലയുറപ്പിക്കുകയുണ്ടായത്. In the most difficult time I found out that Kerala is my friend. വളരെ പ്രയാസമേറിയ ക്ലേശകരമായ സന്ദർഭങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ ഉറച്ചു നിലകൊള്ളുന്നത് മാത്രമാണ് എനിക്ക് കാണുവാൻ. Not just my friend but my protector also. My protector. Not just my friend but also my protector. മാത്രമല്ല ഇതെന്റെ സംരക്ഷകരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ മാത്രമല്ല, അല്ലാത്തവരും എന്നോടൊപ്പം നിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. So I am ready to do whatever the people of Kerala want to help build a good future for the people. അതുകൊണ്ട് കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണോ
അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ ഞാൻ സർവദാ സന്നദ്ധനാണ് എന്ന് ഞാൻ എൻ്റെ And I സഹോദരൻ, am forever a soldier of the people of Kerala. ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പടയാളിയാണ്, നിങ്ങളുടെ കർമ്മഭടനാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയും. Thank you very much. നിങ്ങൾക്ക് എൻ്റെ നന്ദി. Namaskar. നന്ദി പ്രകാശനത്തിനായി UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് PK വേണുഗോപാലിനെ ക്ഷണിക്കുന്നു. ആദരണീയനായ പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി, പ്രിയങ്കരനായ AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, ഈ കഴിഞ്ഞ ഒരു മാസം കേരളത്തിലൂടെ ജൈത്രയാത്ര നടത്തിയ ശ്രീ VD സതീശൻ, ഈ വേദിയിലുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ, ഒരു സംഘ നൃത്തത്തിൻ്റെ ചുവടുവയ്പ് നമ്മൾ ആരംഭിക്കുകയാണ്. സദ്ഭരണത്തിൻ്റെ ശുഭപ്രതീക്ഷയുടെ കഴിഞ്ഞ ഒരു ദശകക്കാലമായി കേരളത്തെ മുച്ചൂടും പിടിച്ച ഗവൺമെന്റിനെതിരായ പോരാട്ടത്തിലെ വിജയ മുഹൂർത്തം സമാഗതമാവുകയാണ്. നമുക്ക് ഒരുമിച്ച് നീക്കാം രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ.